നമസ്കാരം. നമസ്കാരമുണ്ട്. ഇവിടെ ഞാൻ അങ്ങാടിക്ക് വന്നതാണേ. ഇവിടെ ഏത് സ്കൂൾ, നമ്മുടെ MMSB സ്കൂളില് ചെറിയ ചെറിയ കുട്ടികൾക്ക് പട്ടം കൊടുക്കണു. കാണ്ട കാഴ്ചയാണ് പറഞ്ഞിട്ട്. പിന്നെ എന്നാ പിന്നെ തേടിയ വള്ളി കാൽച്ചിട്ടിയ വലിയായി. എന്നാ എന്നെ കൂട്ടിട്ട് പോകുമോ? എന്നാ പേര് ഇതാണില്ലേ ചടങ്ങ്. ഇതുപോലെ പക്കമാനെ എല്ലാവരും ഒരേപോലെ ഇരിക്കണല്ലോ. തൊപ്പിയൊക്കെ വെച്ചിരിക്കണു. ഇതാണ് നമ്മുടെ സ്കൂളിലെ മാനേജർ. നമസ്കാരമുണ്ട്. ഞാൻ അങ്ങാടിയിൽ വന്നതാണ്. അങ്ങാടി വന്നപ്പോ ചാമ്പിച്ച നമ്മുടെ MMSB സ്കൂളിലെ നിങ്ങൾ ഒരു കണ്ടുപോയി കാണി. കുട്ടികൾ ഒരേപോലെ നിന്നിട്ട് പട്ടവും മടലൊക്കെ വാങ്ങുന്നുണ്ട്. നിങ്ങൾ ഏതായാലും ഇങ്ങോട്ട് വന്നതല്ലേ, സ്കൂളിൽ ഒന്ന് കേറി പറഞ്ഞപ്പോ എന്തത് പക്കമാനി മടലൊക്കെ കൊടുത്തതാണ്. UKG കഴിഞ്ഞിട്ട് 1ാം ക്ലാസ്സിക്ക് കുട്ടികളെ പ്രൊമോഷൻ ചെയ്യാണ്. അതിനിങ്ങനെ ഒരു ചടങ്ങുണ്ട് ഇപ്പൊ പുതിയതായിട്ട്. ഞാൻ എവിടെയും കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ എവിടെയും കാണാതെ നമ്മുടെ സ്കൂളിൽ കൊണ്ടുവരണമല്ലോ. കൈതൊഴുതാണ്. ഏത് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യണ്ടല്ലോ. അച്ഛന്റെ പുണ്യം കിട്ടട്ടെ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിന് നാട്ടുകാരനെയും കൂടി അറിയിക്കണം. അപ്പൊ ചാമ്പ്യൻ വന്നത് അതിന് സന്തോഷം നമ്മൾക്ക് നാട്ടുകാരെ അറിയിക്കണേ. അപ്പോഴേ നമ്മുടെ സ്കൂളിന്റെ വിശേഷങ്ങളും പ്രവർത്തനങ്ങൾക്കും ഒന്നും അറിയാനുണ്ട്. ഉറപ്പായിട്ട് കാണിച്ചു തരും. നമ്മള് അപ്പോഴേ ഓരോന്നായിട്ട് കാണിച്ചു തരും. നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കണം. ചാമ്പ്യൻ വന്നിരിക്കുന്ന സ്കൂളിലെ വിശേഷങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം കാണിക്കണ്ടോളേ. നമുക്കൊന്ന് അറിയാലേ. ഉറപ്പായിട്ട് അറിയാം. ഈ ചടങ്ങ് കഴിഞ്ഞിട്ടേ നമുക്ക് അങ്ങോട്ട് ഒന്ന് പോകാം. സ്കൂളിൽ പോയി എല്ലാ കാര്യങ്ങളും കാണിച്ചു തരണം. സന്തോഷം. എന്താ പറയുന്നത്, അച്ഛനുണ്ടാവുമ്പോ നാം ഈ അങ്ങാടിക്ക് വന്നാൽ എന്നെ വിളിക്കും. വലിയ കാര്യമാണ്. പെട്ടെന്ന് ഇതായില്ലേ. അച്ഛൻ 2 മാസം മുമ്പാണ് മരിച്ചത്. പക്ഷെ കൂടിയുണ്ട് ഫോട്ടോയില്. മകരാജന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലേ. അവരുടെ അനുഗ്രഹം കൊണ്ട് നല്ലപോലെ നടക്കട്ടെ. പിന്നെ മുത്തശ്ശന്റെ, എന്റെ അച്ഛൻ്റെ മുത്തശ്ശനാണ്. അവരാണ് മാലു മന്നാടിയര്. അവരാണ് സ്ഥാപനം തുടങ്ങിയത് 1923 തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് AMS മന്നാടിയർ എന്ന് പറയാം. അതൊരു എന്റെ മുത്തശ്ശൻ, അച്ഛന്റെ അച്ഛൻ. ഞാൻ 4ാം തലമുറയാണ് ഇതില്. അവർക്ക് നാഷണൽ അവാർഡും ആദ്യത്തെ സ്റ്റേറ്റ് അത് കിട്ടിയതാണ്. AMS മന്നാട്, AM ശിവശങ്കര മന്നാടിയർ. അതിന്റെ പാരമ്പര്യമാണ്. അതാണ് ഇപ്പൊ കണ്ടത് രാവിലെ. എന്താ മുടിപൊടുക്കനായ മക്കളിനെ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോഴേ എനിക്കൊരു കാര്യം അറിയാൻ. ഇനി ഇപ്പൊ തന്നെ എല്ലാ സ്കൂളുകളും ഇപ്പൊ തന്നെ അഡ്മിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചേർത്തലില്ലേ നമ്മുടെ സ്കൂളിൽ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയവരോ ഇന്ന് രാവിലെ അഡ്മിഷൻ ഫെസ്റ്റ് മാതിരിയുള്ളതാണ് പരിപാടി ചാമ്പ്യൻ കണ്ടത്. അതിന്റെ കുട്ടികളും വന്ന് ചേർത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുട്ടികളുടെ ഉത്സവമാണ്. ചേർത്തലും കുട്ടികൾക്കുള്ള ആനന്ദം കൊടുക്കലും. ഇനി നമ്മൾ 2 ബാഡ്മിന്റന്റെ ഒരു പരിശീലനം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സ്കൂളിന്റെ വക. ഫുട്ബോളിന്റെ പരിശീലനം സമ്മർ വെക്കേഷനിൽ. കുട്ടികളൊന്നും മൊബൈലിൽ കളിക്കരുത് എന്നൊരു ആഗ്രഹം നമുക്ക്. കുറച്ചു നേരം നമുക്ക് കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കണം. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ കാലങ്ങളിലൊക്കെ അത് ഉണ്ടായിരുന്നു. ഇന്ന് കാലത്ത് മൊബൈൽ മാത്രമേ ഉള്ളൂ. അതിലല്ലല്ലോ കാര്യം. നമുക്ക് കുട്ടികൾക്ക് എൻജോയ്മെന്റ് ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസ സമയങ്ങളിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മള് അതിനായിട്ട് ഒരു സമയം കണ്ടെത്തി. അതൊക്കെയാണ് നമ്മുടെ സ്കൂളിന്റെ ഇനിയുണ്ട് കുറെ കാര്യങ്ങളുണ്ട്. അത് നേരിട്ട് ചാമ്പ്യനെ ബോധ്യപ്പെടുത്താം. നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് എന്തൊക്കെ നടക്കണമെന്ന് ചാമ്പ്യനെ കാണിച്ചു തരാം. അത് ഉറപ്പായിട്ടും കാണിച്ചു തരാം. അതും കൂടി കാണിക്കാനാണ് വരാം. അപ്പോഴേ ചാമ്പ്യച്ചിപ്പോ എവിടെയാണ് പറഞ്ഞാൽ നമ്മുടെ കൊടുവായൂര് ആൽത്തറിന്റെ അടുത്തുള്ള M 3 M ആണ്. പിന്നെ SB സ്കൂളാണ്. 1 തൊട്ട് 7 വരെയില്ല. LKG മുതല് പ്രീ KG, LKG, UKG, പിന്നെ 1 മുതൽ 7 വരെ. ഭഗവാനെ, പ്രീ KG, LKG, UKG 1 തൊട്ട് 7 വരെയാണ് കേട്ടോളി. ചാമ്പിച്ചിന് പുതിയ പഠിപ്പിന്റെ ഒന്നും വിവരമില്ലല്ലോ. വേറെ കാര്യങ്ങളുണ്ട്. 5 മുതൽ 7 വരെ ഉറുദു വിദ്യാഭ്യാസവും ഉണ്ട്. ഉറുദു പഠിക്കുന്ന കുട്ടികളുടെ ഉണ്ട്. അതിന് പുറമെ അറബി 1 മുതൽ 7 വരെ ഉണ്ട്. അതുകൊണ്ട് അതിന് പുറമെ സംസ്കൃതവും ഉണ്ട്.
ഈ സ്കൂളിന്റെ ഒരു മഹത്വം. ഒരുപാട് ഭാഷകൾ പഠിപ്പിച്ചു കൊടുക്കും. അതാണ് ഈ 3 ഭാഷയും പ്രത്യേകിച്ച് പഠിപ്പിക്കുക പറയുമ്പോഴേ അത് എല്ലാവരെയും കിട്ടുന്നതല്ല. നമ്മൾ അതിന് പ്രത്യേക ടീച്ചർമാരിനെ ഏർപ്പാടാക്കിയിട്ടില്ലേ? അപ്പൊ പിന്നെ എല്ലാം കഴിഞ്ഞ സ്കൂളിൽ നിന്ന് നമ്മ പേരെടുത്ത് വരികയാണ്. അത് വരണം. കാരണവന്മാരുടെ അനുഗ്രഹവും ഗുരുകാരണന്മാരുടെ അനുഗ്രഹവും നമ്മുടെ കൂടെ ഉണ്ടാവണം. അതാ കുട്ടികളെ കളിപ്പിക്കുകയല്ലേ? കുട്ടികളും ടീച്ചർമാരും നമ്മുടെ ആയമാരുമാണ് ഇതിലെ ഉള്ളത്. കുട്ടികളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കലും കളിപ്പിക്കലും അതാണ്. ഇന്നത്തെ കാലത്ത് വീട്ടിലൊന്നും കളിയില്ലല്ലോ. അപ്പൊ ഇവിടെ കിട്ടുള്ളൂ. അങ്ങനെ അപ്പൊ മാനസിക ആരോഗ്യം എല്ലാം പ്രധാനമാണ് അല്ലേ? ഇതാണ് ഇല്ലേ? സന്തോഷമായി. കളി നടക്കട്ടെ. ഇനി നമ്മള് ഞാൻ പറഞ്ഞില്ലേ പ്രസീത ടീച്ചറെ കലാമണ്ഡലം ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഭരതനാട്യം. നമസ്കാരമുണ്ട് ടീച്ചറെ. നിങ്ങളിലൊക്കെ ഞാൻ അറിയും. പക്ഷെ ഗവടെ പേപ്പറിലോ ടിവിയിലോ എവിടെയൊക്കെ വന്നിട്ടുണ്ട്. കലാമണ്ഡലം പ്രസീത ടീച്ചർ പറഞ്ഞ പേര് കേട്ട ടീച്ചറാണ്. നമ്മുടെ കൊടുവായൂര് ഇവിടുത്തെ സ്കൂളിലുണ്ട് ഇല്ലേ? സന്തോഷം. കുട്ടികളൊക്കെ എങ്ങനെയാ കളിക്കുന്നുണ്ടാ? ഉണ്ട് ഇല്ലേ? അപ്പോഴേ പേര് കേട്ട പേരും പ്രശസ്തിയുള്ള നമ്മുടെ പാലക്കാട്ടിന്റെ പ്രധാനപ്പെട്ട ടീച്ചറാണ്. നന്നായി കളിക്കണം കേട്ടോ മക്കളെ. എന്തായാലും പ്രസാദ് സാധിക്ക് ഏർപ്പാടാക്കിയല്ലോ. വളരെ സന്തോഷം. അല്ല ചന്തമായിട്ട് മക്കൾ പാടി. എനിക്കൊരു പൊടുത്തും കൂട്ടില്ല. ഇതേതോ ഭാഷ? ഇത് ഞാൻ പറഞ്ഞില്ലേ ചാമ്പ്യൻസിന്റെ അടുത്ത് ഓഫീസ് റൂം എന്ന് പറഞ്ഞില്ലേ 1 മുതൽ 7 വരെയും നമ്മളെ അറബി പഠനമുണ്ട്. അതിന്റെ കുട്ടികളാണ് ഇവര് ഉപജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് അറബി പാട്ടാണ് ഇപ്പൊ നമ്മ കേട്ടത്. എനിക്ക് വല്ല പൊടുത്തുവാ അറബി പാട്ട് കുട്ടികൾ ചന്തം പോലെ പാടിയിട്ടോളേ. അല്ല അത് കുസ്തിക്ക് നിൽക്കുമ്പോൾ നിൽക്കണോ ആള് വന്നിട്ട് കളരിപ്പയറ്റിലെ നാഷണൽ ലെവലിൽ പോയ താരമാണ് നമ്മുടെ അർജുൻ. പേര് ആളിങ്ങനെ ഇരിക്കണമെന്ന് വേണ്ട, അഭ്യാസിയാണ് കളരിപ്പയറ്റിന്റെ. അത് ശരി. ഇതാണല്ലേ? അതെ. കഴിവ് കളിക്കല്ലോ. ഇപ്പൊ കണ്ടത് ഇത് പുതിയൊരു കറാട്ട വേറൊരു രൂപമുണ്ട്. നാഷണൽ ലെവലിൽ പങ്കെടുക്കണ ജിജിത്സു പറഞ്ഞിട്ട് അത് പഠിക്കുന്ന കുട്ടികള് ഈ കുട്ടി വന്നിട്ട് സ്റ്റേറ്റ് ലെവലിലേക്ക് മത്സരിക്കുന്നുണ്ട്. ആർദ്രാണ് പേര്. അമ്മോ എല്ലാവരും ഗന്ധം മാറിയിട്ട് ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ്. ഓ അത് ശരി. സംസ്ഥാന തലത്തിൽ പോകും. സംസ്ഥാനത്തിലെ തെരഞ്ഞെടുത്തിട്ട് പോകും. പാലക്കാട് മാത്രമല്ല, ഇവിടുത്തെ പാലക്കാട് ജില്ലയുടെ നമ്മുടെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ചാമ്പ്യൻഷിപ്പ് നടന്നത്. സംസ്ഥാന തലത്തിൽ ഈ കുട്ടിക്ക് സെലക്ഷൻ കിട്ടിയതാണ് അല്ലേ? तुम्हारा नाम क्या है? मेरा नाम सरवण है। तुम्हारा घर कहाँ है? कोडवायूर। तुम्हारे घर में कौन कौन है? अम्मी, अब्बा, भाई। शुक्रिया। शुक्रिया। ടീച്ചറെ നമസ്കാരം. ടീച്ചറെ നമസ്കാരം. അതാണ് ചാമിച്ചൻ പറഞ്ഞു ആദാം പറഞ്ഞു നമസ്കാരമാണ്. ഉറുദും പഠിച്ചു വിട്ടോളേ. ഏതായാലും നമ്മുടെ MSB സ്കൂളിൽ വന്നപ്പോഴേ ചാമിച്ചന് ആദാം നമസ്കാരം അല്ലേ? സന്തോഷം. അതെന്തത് കമ്പ്യൂട്ടർ എന്തോ പഠിക്കുന്ന പോലെ? അതെ, ലാപ്ടോപ്പില് കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. പുതിയ പരിപാടിയാണ് ഗവൺമെന്റിന്റെ. കുട്ടികൾക്ക് കൂടുതൽ രസകരമായിട്ട് ചെയ്യാൻ വേണ്ടി കുട്ടികളെ തന്നെ നേരിട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കണം. അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് ഉള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇവര് ഈ ലാപ്ടോപ്പ് പറഞ്ഞ ചിത്രം ഉണ്ടാക്കുക. ഇതെന്ന് ഒരുപാട് ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കാനുള്ള താല്പര്യം വർദ്ധിപ്പിക്കുന്നു. അതുണ്ടാകുമല്ലോ. ആനാന്ന് എഴുതുന്നത് കാണിച്ചു കൊടുക്കുന്നത് വ്യത്യാസമുണ്ട്. അത് കാരണം കൊണ്ടാണ് കുട്ടികൾ കുറച്ചുകൂടി താല്പര്യത്തോടെ സ്കൂളുകളിലേക്ക് വരുന്നത് അല്ലേ? അവരൊക്കെ പഠിച്ചില്ലേ ടീച്ചറെ? നന്നായി ചെയ്യണ്ടില്ലേ? ചിത്രമൊക്കെ വരയ്ക്കണു. ഓരോ കളത്തിലേക്ക് ഇങ്ങനെ കൊടുക്കണില്ലേ? ഇവിടെ നോണ്ടിയാ മതിയാ. ഭഗവാന് എന്തൊക്കെയാ പഠിപ്പ്. ചാമ്യച്ചനൊന്നും ഒന്നും അറിയില്ല.
അപ്പോ ഈ പഠിപ്പും നമ്മൾ നന്നായി കൊടുക്കണില്ലേ? നന്നായി കൊടുക്കണം. നമ്മുടെ സ്കൂളിൽ പ്രത്യേകിച്ച് കൊടുക്കണം. പ്രത്യേകതയുണ്ട്. അതാണ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ പഠനവും നമ്മുടെ MMSB സ്കൂളിന്റെ കൊടുവായിലുള്ള വിദ്യാഭ്യാസവും കൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. പറഞ്ഞതൊന്നും മനസ്സിലെങ്കിലും കുട്ടികൾ എന്നെ മനസ്സിലാക്കി തന്നു. പി 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 പറഞ്ഞപ്പോ ബസിന്റെ കാര്യമോ ശരിയല്ലേ? അപ്പോ ടൈയും കോട്ട് വിട്ടിട്ട് സ്കൂളുകളിലൊക്കെ പോകും ചെലവിടാൻ. അതൊക്കെ എന്താണ് വേഷങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ പഠനമൊക്കെ ഒന്നാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇപ്പൊ ഇംഗ്ലീഷിൽ പാടിയത്. ടീച്ചർ പറയുമ്പോൾ തന്നെ അവര് അതിനപ്പുറം പറയുന്നുണ്ടോ? ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു എക്സസൈസും കൂടെയാണ്. ഉമ്മർത്തുനിന്ന് കയറി ഇരുന്ന പോരാ. ഇതേപോലെ വ്യായാമത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കുമ്പോ കുട്ടികളുടെ മനസ്സും ആരോഗ്യവും മെച്ചപ്പെട്ടു വരും. സർക്കാർ സ്കൂളുകളുടെ ഒരു ഗുണം അതാണ് നമ്മുടെ MMSB സ്കൂളിലും നടന്നു വരുന്നത് അല്ലേ? സന്തോഷം ടീച്ചറെ. അല്ല, എല്ലാവരും നിരന്ന് നിൽക്കണു. നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ നിൽക്കണു. അതെ, നമ്മുടെ സ്കൂളിലത്തെ ടീച്ചർമാരാണ് എല്ലാവരും ഇവിടെ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരാണ്. അവരെല്ലാവരും ഒരേ കളറുള്ള ഡ്രസ് ഇട്ട് ഇന്ന് പരിപാടി ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് എല്ലാവരും ചാമിച്ചം കാണാനും വന്നു. പിന്നെ അപ്പൊ നമ്മളെ ഗംഭീരമായില്ലോ, പരിപാടി ഗംഭീരമായല്ലോ, കാര്യങ്ങളൊക്കെ ഗംഭീരമായല്ലോ. പഠനവും കായികവും കലയും ശാസ്ത്രവും എല്ലാം കൂട്ടിക്കുഴച്ച് എല്ലാം ഗംഭീരമായി എല്ലാം നടത്തണം. നമ്മളെ സപ്പോർട്ട് ചെയ്യണത് ഇതേ ടീച്ചർമാരല്ലേ, അധ്യാപകരെല്ലാം സ്കൂളിന്റെ വെളിച്ചം അല്ലേ? ആ വെളിച്ചം മക്കൾക്ക് പകർന്നു കൊടുക്കുകയല്ലേ ഗുരുക്കന്മാര്. ആ ഗുരു പറഞ്ഞാൽ വെളിച്ചമല്ലേ? ആ ഗുരുക്കന്മാരുടെ കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. കൊടുവായൂര് ആൽത്തറ MMSB സ്കൂളിലെ അധ്യാപകരാണ്. ഒരേപോലെ കുട്ടികളുടെ യൂണിഫോം പോലെയാണ് ടീച്ചർമാരുടെ യൂണിഫോമും. ചന്തമാവട്ടെ, ദൈവം അനുഗ്രഹിച്ച് എന്താ പറയുന്നത്, 1000 ആരോഗ്യ സൗഖ്യം എല്ലാ ടീച്ചർമാർക്കും പാലക്കാട് ജാമിച്ച് ആശംസിക്കുകയാണ്, നേരുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോളി. പഠനം ഗംഭീരമാവട്ടെ. അധ്യാപകരാണ് സ്കൂളിന്റെ നെടുന്തോട് അല്ലേ? മാനേജറ് അതിന്റെ മുകളിൽ തണലായിട്ടുണ്ട് അല്ലേ? എന്നാലും നിങ്ങൾ തണല് കൊടുക്കണ്ടേ? എന്നാലും പഠിപ്പിക്കാൻ ഉഷാറുള്ളൂ. ആ തണലാണ് ഇവിടെ മുഖത്ത് കാണുന്നത്, തെളിമ. ആ തണലിന്റെ തെളിമയാണ് മുഖത്ത് കാണുന്നത്. ഒന്നും നിലനിൽക്കട്ടെ. അതന്നെ. അപ്പൊ നമ്മളൊക്കെ ചുറ്റി കണ്ടു, വളരെ സന്തോഷം. നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തന മേൽമ നേരിട്ട് കണ്ടപ്പോ ഒരുപാട് ബോധ്യായി. പറയും പോലെയാണ് കാര്യങ്ങൾ ഇല്ലേ? സാർ ആരാണ് എനിക്ക് ഇത്ര നേരം മനസ്സിലായില്ല, നമ്മ കണ്ടുമില്ല. ഇതപ്പോ ഓഫീസ് റൂമിൽ വരുമ്പോ സാറിനെ പരിചയപ്പെടുത്താൻ സാറ് വെളിയിൽ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചാണ് സ്കൂളത്തെ പോയതാണ്. ഇത് നമ്മുടെ സ്കൂളത്തെ PT മാഷാണ്. PT മാഷാണ്. അല്ല, എല്ലാ ടീച്ചർമാരെയും കണ്ടല്ലോ, അപ്പൊ സാറിനെ കണ്ടില്ല. സാറിനെയും കൂടി കാണിച്ചു കൊടുക്കണല്ലോ. PT മാഷാണ്. നമസ്കാരം മാഷേ, ഞങ്ങൾ നേരത്തെ വന്നതാണ്. നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഗംഭീരമായി. വടവനൂര് ഒരു കുട്ടി ഇപ്പൊ പേര് പ്രശസ്തി വന്ന നിവേദിത. ആ കുട്ടിയെ 6ാം ക്ലാസ് 7ാം ക്ലാസ് സ്പോർട്സ് പഠിപ്പിച്ച സാറാണ്. അപ്പൊ നാഷണൽ ലെവലിൽ എത്തിയില്ല ആ കുട്ടി. നിവേദിത വടവനൂര് പഠിക്കണ്ടേ? അത് ശരി. അപ്പോ പേര് കേട്ട സാറാണ്. സന്തോഷം സന്തോഷം. അപ്പോ നമ്മുടെ വിദ്യാലയത്തിൽ എല്ലാ ഗുണഗണങ്ങളോട് കൂടിയുള്ളതാണ്. വാഹന സൗകര്യമുണ്ട്, എല്ലാതരം പഠന വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയാ, അവാർഡ് വാങ്ങിയ സ്കൂളാണ്. നമ്മുടെ കൊല്ലങ്കോട് വിദ്യാഭ്യാസ ഉപജില്ലയിൽ വെച്ച് മികച്ച പ്രവർത്തനം നടത്തുന്ന സ്കൂളാണെന്ന് പരബോധ്യായി. അപ്പൊ നാട്ടുകാരിനെ ഒന്ന് അറിയിക്കാൻ പറ്റാമല്ലോ കൂടിയത്. അപ്പളേ എല്ലാവരും നമ്മുടെ സ്കൂളിലേക്ക് വരണം. നമ്മുടെ കൊടുവായൂർ ആൽത്തറിന്റെ സമീപത്തുള്ള MMSB സ്കൂള് LKG UKG പ്രീ KG LKG UKG 1 തൊട്ട് 7 വരെയാണ് പഠനം. ഉറുദു, സംസ്കൃതം, പിന്നെ ഹിന്ദി, അറബി, ഭഗവാനെ എല്ലാം കൈകാര്യം. മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഒരു ഫീസ് ഇല്ല, മാസം ഫീസ് ഇല്ല. വാഹന സൗകര്യം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള സ്കൂളാണ്.
അപ്പൊ മടിച്ചോ മാറി നിൽക്കട്ടെ, വേഗം കുട്ടികളെ കൊണ്ടുവിടെ ചേർത്തിക്കോളി. ഏത് അഡ്മിഷന്റെ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. ആ താഴത്ത് നമ്പർ കൊടുക്കാം, വിളിക്കുന്നവർക്ക് വിളിച്ചോട്ടെ. ഇല്ലേ, താഴത്ത് നമ്പർ എഴുതി കാണിക്കുന്നിട്ട് എല്ലാവരും വിളിച്ചോളി.